ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 8 ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ബിൽറ്റ് ഇൻ ദ 11th century ഈസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ ആൻഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാർജസ്റ്റ് ടെമ്പിൾ ഓഫ് ദ സിറ്റി ഭുവനേശ്വർ, ഒഡീഷ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ടെമ്പിളിനെ കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ പ്രതിഷ്ഠ ശിവനാണ്. അപ്പം ഈ ഒരു ടെമ്പിൾ നിർമ്മിച്ചിട്ടത് 11th centuryയിലാണ്. ഇത് ഭുവനേശ്വറിലെ ഏറ്റവും വലിയ ടെമ്പിളാണ്. അപ്പോൾ ആ ടെമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ലിംഗരാജ് ടെമ്പിൾ, ഓപ്ഷൻ 2 സൺ ടെമ്പിൾ, ഓപ്ഷൻ 3 ബദ്രിനാഥ് ടെമ്പിൾ, ഓപ്ഷൻ 4 ബൃഹദേശ്വര ടെമ്പിൾ. അപ്പം ലിംഗരാജ് ടെമ്പിളാണ് ഇതിൻ്റെ ശരി ഉത്തരം. ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് സിറ്റി ഈസ് ഷെഡ്യൂൾഡ് ടു ഹോസ്റ്റ് ദ സമ്മർ ഒളിമ്പിക് ഗെയിം 2024? അപ്പോൾ 2024 സമ്മർ ഒളിമ്പിക് ഗെയിം ഏത് രാജ്യത്ത് ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 പാരീസ്, ഓപ്ഷൻ 2 ടോക്കിയോ, ഓപ്ഷൻ 3 ലോസ് ഏഞ്ചലസ്, ഓപ്ഷൻ 4 ബെയ്ജിങ്. സോ ഓൾറെഡി ഈ ഒരു സമ്മർ ഒളിമ്പിക് ഗെയിം കഴിഞ്ഞു. പാരീസിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം, പാരീസ്. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോവിങ് ഈസ് ദ വിന്നർ ഓഫ് ദ US Open 2021 മെൻസ് സിംഗിൾസ് ഫൈനൽ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 2021 US Open മെൻസ് സിംഗിൾ ഫൈനലിൽ വിജയിച്ചത് ആരാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ 1 നൊവാക് ജോക്കോവിച്ച്, ഓപ്ഷൻ 2 ഡാനി മാധവ് ദേവ്, ഓപ്ഷൻ 3 റാഫേൽ നദാൽ, ഓപ്ഷൻ 4 റോജർ ഫെഡറൽ. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 ഡാനി മാധവ് ദേവ് ആണ്. അപ്പം ഇപ്രാവശ്യം 2024 ഗെയിംസൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം, വെൻ ഈസ് ദ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ 1 4 ഡിസംബർ, ഓപ്ഷൻ 2 8 ഒക്ടോബർ, ഓപ്ഷൻ 3 15 ജനുവരി, ഓപ്ഷൻ 4 26 ജൂലൈ. നമുക്കറിയാം ഒക്ടോബർ 8 ഇന്ത്യൻ എയർഫോഴ്സ് ഡേ. അടുത്ത ചോദ്യം, വെൻ ദ പോസ്റ്റ് ഓഫ് ബോത്ത് ദ പ്രസിഡന്റ് ആൻഡ് ദ വൈസ് പ്രസിഡന്റ് ആർ വാക്കൻറ്റ്, ഹൂ എമംഗ് ദ ഫോളോയിങ് ഒഫീഷ്യേറ്റ്സ് ആസ് പ്രസിഡന്റ്? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും സീറ്റ് വാക്കൻ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആരായിരിക്കും ആ ഒരു പൊസിഷനിൽ ആ ഒരു സ്ഥാനത്തിന് ചാർജ് വഹിക്കുന്ന ആൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ദ പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ 2 ദ സ്പീക്കർ ഓഫ് ലോക്സഭ, ഓപ്ഷൻ 3 ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, ഓപ്ഷൻ 4 ദ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ഡൽഹി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്, ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. അടുത്ത ചോദ്യം, ഹൂ കെയിം ടു ഇന്ത്യ ഡ്യൂറിങ് ദ ടൈം ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ? അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടത്തിൽ ആരാണ് ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ഫഹിയൻ, ഓപ്ഷൻ 2 ഹ്യുൻ സാങ്, ഓപ്ഷൻ 3 മെഗസ്തനീസ്, ഓപ്ഷൻ 4 സ്ട്രാബോ. ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം, മെഗസ്തനീസ്. അടുത്ത ചോദ്യം, ഫുൾ ഫോം ഓഫ് CNG ഈസ്? CNGയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 കമ്പൈൻഡ് നാച്ചുറൽ ഗ്യാസ്, ഓപ്ഷൻ 2 കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഓപ്ഷൻ 3 ക്ലീൻ നാച്ചുറൽ ഗ്യാസ്, ഓപ്ഷൻ 4 കാർബൺ നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ CNG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ജനറൽ അവയർനെസ്സിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.